ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ പേര് എന്നോട് 2-3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച കാര്യമാണ് പത്ര റിപ്പോർട്ടൊന്ന് ഇടാവോ എന്ന്. ക്ഷമിക്കണം, കുറച്ച് തിരക്ക് വന്നുകൊണ്ടാണ് ഇത് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ഇനി മുതൽ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തോളാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ സ്കൂൾ തുറക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങിയേക്കുന്ന പല ആൾക്കാരും കാണും. അപ്പോൾ CBSEയുടെ പാഠ്യപദ്ധതിയിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് 5 മാർക്കിൻ്റെ പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക എന്നത്. വളരെ എളുപ്പമാണെന്നേ, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. 5 മാർക്കുണ്ട്. ആ 5 മാർക്ക് നമുക്ക് ഒട്ടും കളയാതെ തിരിച്ചു പിടിക്കണം. നമുക്ക് നോക്കാം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതുകൂടാതെ പത്ര റിപ്പോർട്ട് ഉദാഹരണമായിട്ട് ഞാൻ ഇടുകയും ചെയ്തേക്കാം. ഓക്കെ. ആദ്യമായിട്ടൊരു പത്ര റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടേ? നിങ്ങൾ പത്രം നോക്കുമ്പോൾ മെയിനായിട്ടൊരു ന്യൂസ് പേപ്പർ എടുത്താൽ നിങ്ങൾ ആ റീഡ് ചെയ്യുന്ന എന്തായിരിക്കും നിങ്ങളെ ആകർഷിക്കുന്നത്? അതിലെ തലക്കെട്ടായിരിക്കും അല്ലേ? എന്താ തലക്കെട്ട്? ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ്. ആ ഹെഡിങ്ങാണ് നിങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ ശീർഷകം, തലക്കെട്ട്. അപ്പോഴാണ് നമ്മൾ ഇത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ചോദ്യം തരുന്നു, ആ ചോദ്യത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടാവും, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഹെഡിങ് എടുക്കേണ്ടത്. ഉദാഹരണമായി, നിങ്ങളൊരു റോഡ് അപകടം നേരിട്ട് കാണാനിടയായി, ഇതിനെക്കുറിച്ചൊരു പത്ര റിപ്പോർട്ട് എഴുതുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതണം? വീണ്ടും ഒരു അപകടം കൂടി, വീണ്ടും ഒരു ജീവൻ പൊലിയുന്നു, അല്ലെങ്കിൽ വീണ്ടും ഒരു ജീവൻ അപകടത്തിൽ. അങ്ങനെ ആ വിഷയത്തിന് ആസ്പദമായ ഒരു ശീർഷകമാണ് കൊടുക്കേണ്ടത്. ആ ശീർഷകം എന്നത് പത്രം വായിക്കുന്നവരെ ആകർഷിക്കുന്നതായിരിക്കണം, ആശയവുമായി ബന്ധമുള്ളതായിരിക്കണം. എന്തോ ചോദിച്ചു, എന്തോ എഴുതിയ മാർക്ക് ഏതോ ഒഴുകി പോവും, അങ്ങനെ വരരുത്. അതായത് പത്രത്തിൻ്റെ തലക്കെട്ട് വായനക്കാരെ ആകർഷിക്കുന്നതായിരിക്കണം. ആ ചോദിച്ചിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം നമ്മൾ എഴുതുന്ന ഓരോ ആശയങ്ങളും. ഇനി സംഭവത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ആദ്യം എഴുതുന്ന ഹെഡിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് വലുതാക്കി അതിനെ അണ്ടർലൈനും ചെയ്യണം. അതിന് താഴെ പ്രധാന കാര്യങ്ങൾ നമുക്ക് സ്വന്തം ലേഖകൻ എഴുതി വേണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ടും കൂടി നമുക്ക് കൊടുക്കാം. ഇനി 3 പാരഗ്രാഫാണ് വേണ്ടത്. വാക്കുകൾ ചുരുക്കി അത് എഴുതിയത് തന്നെ കണ്ടമാനം ആവർത്തിക്കാതെ ലളിതമായ ഭാഷയിൽ വേണം എഴുതാനായിട്ട്. ഇനി ആരെങ്കിലും ഇതുപോലെയുള്ള മുന്നറിയിപ്പുകളോ മറ്റ് വിവരങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കതിൽ സൂചിപ്പിക്കാം. അടുത്തിടെ ഇതുപോലൊരു അപകടം നടന്നു, അന്ന് പല ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിച്ചതാണ്, അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പല നടപടികളും അധികാരികളിൽ നിന്നുണ്ടായതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇനി ഒരു കൺക്ലൂഷൻ വേണം. എന്താണ് കൺക്ലൂഷനിൽ? ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നമുക്കൊരു കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ എഴുത്തിലൂടെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും പത്രവാർത്ത എഴുതരുത്. അതുപോലെ കഴിയണതും ഞാൻ, എൻ്റെ തുടങ്ങിയ പദങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കണം. അതുമാത്രമല്ല, വെട്ടിത്തിരുത്തലുകൾ ഒഴിവാക്കണം. വെട്ടിത്തിരുത്തലുകൾ നിങ്ങൾ 10th എന്നല്ല 12th എന്നല്ല ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും വെട്ടിത്തിരുത്തലുകൾ കഴിയണത് ഒഴിവാക്കിയാൽ മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ളൊരു ടിപ്സും കൂടിയാണ് പറയുന്നത്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയണത്. എന്തുകൊണ്ട് ഒരു കുട്ടി അത് വെട്ടി? അതിനെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ട്. ആ ഉറപ്പില്ലാത്തത് കൊണ്ട് എന്നുള്ളൊരു ബോധ്യം പേപ്പർ നോക്കുന്ന അധ്യാപകർക്കുണ്ടാകാൻ നിങ്ങൾ വഴിയൊരുക്കരുത്. അപ്പോൾ ചോദിക്കും, മാമു ഞങ്ങളൊന്നും അറിയാതെ എഴുതിപ്പോയി, അത് തെറ്റായി പോയി, എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. ഒരു വെട്ടാം. ചിലർ മതിൽ പണിത പോലെ, കയ്യാല പണിയണ പോലെ ഒന്നും ഒരിക്കലും വെട്ടരുത്. ജസ്റ്റ് ഒരു വട്ട്, അത് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം. ഇത്രയൊക്കെയാണ് പത്രവാർത്തയുടെ ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ 1-2 ഞാൻ പറയാം. അതായത് കാട്ടുമൃഗങ്ങളുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി, ഇതിനെക്കുറിച്ച് പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക. വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾ ദുരിതത്തിൽ, ഹെഡിങ് കൊടുക്കാം. മെയിൻ ഹെഡിങ് എവിടെ കൊടുക്കണം? നടുക്ക് തന്നെ, മുകളിൽ തന്നെ കൊടുക്കണം. അതിൻ്റെ മിഡിൽ പോർഷനിൽ തന്നെ കൊടുക്കുക. സ്വന്തം ലേഖകൻ കൊടുത്തു, അതിനുശേഷം റൈറ്റ് സൈഡിൽ അത് സ്ഥലം കൊടുത്തു, 2 ഡോട്ട് ഇട്ടു, 2 കുത്തിട്ടിട്ട് 3 പാരഗ്രാഫ്.
അധികാരികളുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്. വന്യമൃഗങ്ങളെ കൊണ്ട് അമിതമായ ശല്യമാണ്. പലതരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ അടുത്തിടെ ആന ഇറങ്ങി ഒരാളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. കുട്ടികളും മുതിർന്നവരും അല്ലെങ്കിൽ വൃദ്ധന്മാരൊക്കെ റോഡിൽ കൂടി നടന്നു പോകുന്നതാണ്. സന്ധ്യയാകുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും വന്യമൃഗങ്ങൾ പലതരത്തിൽ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് വളരെയധികം ഭയമാണ്. ഒരു പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. എന്താണ്? ഞങ്ങളുടെ കാർഷിക വിളകൾ ഇവ നശിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് പ്രശ്നമാകുന്നു. അതുപോലെ ഓരോ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു, മതിലിടിച്ച് കളയുന്നു, അങ്ങനെയുള്ള പലതും ചെയ്യുന്നു. ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാം. അതൊക്കെ കുറച്ചുകൂടെയൊക്കെ വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊക്കെ ഒരു പോയിന്റ്സ് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ചുകൂടി നിങ്ങൾ വിശദീകരിക്കണം. എന്നിട്ട് ലാസ്റ്റ് പാരഗ്രാഫിലായിട്ട് പറയാം, അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം. ജനങ്ങളുടെ ജീവൻ പോയി കഴിഞ്ഞിട്ടല്ല നടപടികൾ സ്വീകരിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുവേണ്ടി അനുശോചന യോഗം കൂടിയിട്ട് കാര്യമില്ല. ഇതിനെതിരെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും നല്ല വില നൽകിക്കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട കടമ ഗവൺമെൻറ്റിനുണ്ട്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിനാസ്പദമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.